സുമേഷേടാ നാളെ രാവിലെ അത്യാവശ്യമായിട്ട് എനിക്ക് ആശുപത്രി പോണം. എന്തിന്? എന്റെ ചെവി ഒരെണ്ണം കേൾക്കുന്നില്ല. ഈ ഉത്സവം തുടങ്ങിയ പിന്നെ വിട്ട് കേൾക്കുവാ ചെവി. വിട്ടുവിട്ടാ കേൾക്കുന്നത്. ഇതെന്താന്നറിയാമോ? ഉത്സവം തുടങ്ങിയവരെ കോളാൻ വേണ്ടി കെട്ടി വെച്ചില്ലേ, അത് കാറ്റടിക്ക് മാത്രമേ കേൾക്കുള്ളൂ. കണക്ഷൻ ആടി ലൂസ് കണക്ഷൻ ആണ്, അത് കാറ്റടിക്ക് മാത്രമേ കേൾക്കുള്ളൂ. 10,000-15,000 രൂപ ആശുപത്രി കൊണ്ട് കൊടുത്താനെ. പിന്നല്ലാതെ നമ്മളിപ്പോ അത് കാണാൻ വന്നത്. അളിയൻ ഗൾഫിൽ നിന്ന് ലീവിന് വന്നിട്ട് ഇത് തിരിച്ചു പോണ ദിവസമല്ലേ, കുപ്പി എടുക്കണ്ടേ? അല്ല എനിക്ക് അറിയാൻ വേണ്ടിട്ട് ചോദിക്കുക, നിന്റെ പെങ്ങളെയല്ലേ അവൻ കെട്ടിയേക്കുന്നേ, നീ എന്തിനാ അവന്റെ മുന്നിൽ ഇങ്ങനെ പേടിക്കുന്ന? അവനോടൊരു കുപ്പി ചോദിച്ചാൽ അവൻ കുപ്പി തരത്തില്ലേ? ഞാൻ ചോദിച്ചു, എന്നിട്ട് എന്നാ പറഞ്ഞു? 3 കൂടെ തരത്തില്ലെന്ന് പറഞ്ഞു. അപ്പൊ 3 അങ്ങ് പൂച്ചി. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, അപ്പൊ അമ്മാവന് ചോദിക്കാൻ പാടില്ലായിരുന്നു? 4 കൂടുതൽ അവൻ എങ്ങനെയാണ്? 4 അങ്ങ് പൂച്ച്. ഒരു കാര്യം ചെയ്യാം, കുപ്പി ഉണ്ടോ നോക്കാം. ബാ. കൃത്യം 10 മണിക്ക് തന്നെ ഓച്ചിറ ശശികല തിയേറ്റേഴ്സിന്റെ പുണ്യപുരാതന നൃത്ത സംഗീത നാടകം യുദ്ധഭൂമിയിലെ കാവൽ ഭടൻ ആരംഭിക്കും. അതിനു മുമ്പ് 2 അടിച്ചിട്ട് വേറെ കാര്യമുണ്ട്. ഈ അപരിചിതനായിട്ട് നിൽക്കുന്നോണ്ടേ ചിലപ്പോ അളിയന് കണ്ടുകൊണ്ടെന്ന് എന്തെങ്കിലും തോന്നും. അത് നീയാണ് അപരിചിതൻ, എന്നെ ഒരു അപരിചിതനായിട്ട് തോന്നത്തില്ല. മനസ്സിലായില്ലേ? എടാ, ഞാൻ ഈ വീട് പാട്ടുള്ള ബന്ധം, ഞാനെന്ന് പറഞ്ഞ അവന് ജീവനാണ്. അവനെ വളർത്തി വലുതാക്കി പഠിപ്പിച്ച് ഗൾഫിൽ വിട്ട് ഇപ്പൊ പെണ്ണ് കെട്ടിച്ചത് വരെ ഞാനല്ലേ. എടാ, അവന്റെ അച്ഛനും അമ്മയും മരിച്ചത് അവനെ ഞാൻ അറിയിച്ചിട്ടില്ല ഇതുവരെ. എന്റെ അപ്പം വന്ന് ചെയ്തു ചടങ്ങ് അറിയിച്ചില്ലെന്ന് പോത്തെ. അതൊന്നും അറിയിക്കാതെ അവനെ അത്ര സ്നേഹിച്ചാ ഞാൻ വളർത്തിയെന്ന്. പെട്ടിക്കത്തോലുണ്ടോ നോക്കാം. ആ പെട്ടിക്കകത്ത് നോക്ക്. സുഭാഷ് അച്ചാറ്, അനീഷ് അച്ചാറ്, മനോജ് അച്ചാറ്, ഇതൊക്കെ ആരാച്ചാറ്? ആരാച്ചാറോ? അച്ചാറെന്ന്. അത് ഇതൊക്കെ നാട്ടിലുള്ള ആൾക്കാർ അവന്റെ കൂട്ടുകാർക്ക് കൊടുക്കാൻ വേണ്ടി മേടിച്ചതാണ്. ആണല്ലേ? ഇതിന് മനോജിന്റെ അച്ഛന്റെ കണ്ണിമാങ്ങ അച്ചാറ്. ഇത് നമുക്ക് എടുക്കാം. മനോജിന്റെ അച്ഛന്റെ ആകുമ്പോ നല്ല പഴക്കം ചെന്നതായിരിക്കും. ഞാനെന്തിനാ വിളിക്കുന്നില്ല? ഇങ്ങനെ വെക്കേ. അങ്ങനെ നിന്നാ ശരിയാവൂല. എന്റെ ഫ്രണ്ട് വാ. അല്ലാത്ത ചതിയായി പോയി കേട്ടോ. ഞാൻ വീട്ടുകാരെല്ലാം കൂടെ സെറ്റ് ചെയ്ത് ബാല കാണാൻ പറഞ്ഞു വിട്ടപ്പോ ഉടനെ നീ അവരോടെ പോയല്ലേ? നമ്മൾ അമ്പലത്തിലെ ഉത്സവമല്ലേ, ഇപ്പൊ സേവ നടക്കണം. ഇനി ബാലയുണ്ട്, അത് കഴിഞ്ഞ് വെടിക്കെട്ടുണ്ട്, അത് കഴിഞ്ഞ് പാൽപ്പായസം ഉണ്ട്. ഞാൻ ഇന്നങ്ങ് പോവും, അത് കഴിഞ്ഞ് നിനക്ക് ഇതൊക്കെ ഇരുന്ന് കാണാം. അയ്യോ, അത് ഇന്നും കൂടെ ഉള്ളൂ. ഞാനും ഇന്നും കൂടെ ഉള്ളു. ഞാൻ ലീവിന് വന്നിട്ട് എത്ര ദിവസമായെന്ന് അറിയാവോ? 7 ദിവസമായി. ഇത്രയും ദിവസമായിട്ട് നീ എന്റെ അടുത്തൊന്നും ഇരുന്നിട്ടുണ്ടോ? നീ എനിക്കൊരു ഉമ്മ തന്നിട്ടുണ്ടോ? അത് എന്റെ തെറ്റാണ്. നിങ്ങൾ വന്നതിന്റെ അന്ന് തന്നെ എന്റെ അമ്മ ആശുപത്രിയിലാണെന്ന് പറഞ്ഞ് എനിക്ക് ഫോൺ വന്ന് ഞാൻ അങ്ങോട്ട് പോയി. തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഇവിടുത്തെ അമ്പലത്തിൽ ഉത്സവമാന്ന് പറഞ്ഞ കൂട്ടുകാര്, നാട്ടുകാര്, ബന്ധുക്കള് എല്ലാം ഈ വീട്ടിനകത്ത്. പിന്നെ എന്തോ ചെയ്യും? അതെങ്ങനെ അടുക്കളയിലെങ്ങാനും നീ നിൽക്കുമ്പം ഒരു ഉമ്മയെങ്ങാനും തരാന്നും പറഞ്ഞ് ഞാൻ പാത്ത് പതുങ്ങി വരുമ്പം എന്റെ അമ്മാവൻ വന്ന് പ്രത്യക്ഷപ്പെടും. ദോഷം പറയരുതല്ലോ. ഞാൻ വന്നതിന്റെ അന്ന് തൊട്ട് ഈ വീട്ടിൽ അട്ടിപ്പേർ കിടക്കും. അങ്ങേര് അട്ടിപ്പേർ. ഞാൻ ഇട്ടോണ്ട് വന്ന ബെർമുടയും ടീഷർട്ടും ഒക്കെ ഇട്ടോണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നീട്ടേം കുറുക്കെ നടക്കുക. അങ്ങേരൊക്കെ ചേരൂലെന്ന് പറഞ്ഞാലും മനസ്സിലാവില്ല. എന്റെ തലവട്ടം കണ്ടാ കുപ്പി 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 കുപ്പി. ഞാൻ ഒരു കുപ്പി എടുക്കാനാ പോയത്. ഞാനൊരു കാര്യം പറഞ്ഞേക്ക, ഇനി അങ്ങേര് എന്നോട് വന്ന് കുപ്പി അങ്ങാനും ചോദിച്ചാ ആ കുപ്പി പൊട്ടിച്ച് അങ്ങേരെ പള്ളക്ക് ഞാൻ കയറ്റും. പിക്കിളെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. പിക്കിൾ എടുത്താന്നല്ല, ഇക്കിൾ എടുത്തായിരുന്നു. പിന്നെ ഞാൻ പോയി കഴിഞ്ഞാ നിന്റെ ആങ്ങളയില്ലേ, എന്റെ പൊന്നാരാളിയെ, ആ വേട്ടാവളിയനെ ഈ വീട്ടിനകത്ത് കയറ്റിയ അവിടെ നിന്ന് ഞാൻ കാശ് മുടക്കി ഈ വീട് കത്തിക്കും. 24 മണിക്കൂർ എന്നെ പുളക്കാനായിട്ട് നടക്കുക. കണ്ടു കഴിഞ്ഞാ കുപ്പി കുപ്പി കുപ്പി. ചേട്ടാ, ആകെ കൂടി കുറച്ച് സമയമാണ് നമുക്കുള്ളത്. നിങ്ങളിങ്ങനെ ദേഷ്യപ്പെട്ട് ഇങ്ങനെയൊക്കെ നിന്ന എങ്ങനെ ശരിയാവും? ഇങ്ങനെ ശരിയാവൂല. ഞാൻ പറയുന്ന കേക്ക്. ഇനിയിപ്പൊ അധികം നേരം ഇവിടെ നിന്ന് കഴിഞ്ഞാല് നമ്മൾ മംഗലശ്ശേരി നീലകണ്ഠന്മാരെ പോലെയാകും. കാണാൻ പാടില്ലാത്തതേ കാണൂ, കേൾക്കാൻ പാടില്ലാത്തതേ കേൾക്കൂ. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഇനിയിപ്പോ ഒന്നും ചെയ്യാനില്ല. ഞാൻ ഒരു സംഭവം സെറ്റ് ചെയ്ത് തരാം. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഇല്ല, ഇന്നല്ല ചേട്ടന്റെ ബർത്ത്ഡേ. അതൊക്കെ ശരി. ഇനി എന്നെക്കാട്ടിലും നിനക്കാണോ ഇതിനെ കുറിച്ച് അറിവുള്ളത്? ഇവനെ വളർത്തി വലുതാക്കിയ ഞാനല്ലേ. ഹാപ്പി ബർത്ത്ഡേ. എന്റെ ബർത്ത്ഡേ എന്താണ് ബർത്ത്ഡേ? എന്റെ ഹാപ്പി ബർത്ത്ഡേ. മലയാളം. അല്ല, നിങ്ങള് എപ്പോ എത്തി? നീ കുപ്പി പൊട്ടിച്ച് പള്ളെ കയറ്റു എന്ന് പറഞ്ഞില്ലേ, അതിന് ശേഷം എത്തി. അളിയനാ
പച്ചയ്ക്ക് കൊളുത്തി കത്തിക്കുമെന്ന് പറഞ്ഞില്ലേ, അതിനുശേഷം ഞാൻ എത്തിയത്. നിന്റെ താരി പറഞ്ഞിപ്പോ ഇങ്ങോട്ട് വരെ ജോലിക്ക് പോകില്ല, കൂലിക്ക് പോകില്ല, മനുഷ്യർ നാണം കടത്താൻ വേണ്ടി ഇങ്ങനെ നടക്കുവാ നീ. ഒരു കുപ്പി. കുപ്പിയാ? പോയി അവിടെ നിന്ന് നീ കുപ്പി. നാണമില്ലടാ നിനക്ക് ഇങ്ങനെ യാചിച്ച് നിൽക്കാനായിട്ട്? അവൻ തരുന്ന ഒരു കുപ്പി മേടിച്ചോണ്ട് നമുക്ക് പോകാം. ആര് കുപ്പി തരുമെന്ന്? നീ ഇപ്പൊ കുപ്പി പറഞ്ഞത്? ഞാൻ കുപ്പിയൊന്നും തരാൻ പോണില്ല, ഒരു കുപ്പിയും തരാൻ പോണില്ല. എന്ത് വർത്താനമായി പറയുന്നത്? നിന്റെ തരാൻ കുപ്പിയില്ലെന്ന് ആരാ പറഞ്ഞു? കുപ്പി ഇല്ല. എന്നാ ഒരു കാര്യം ചെയ്യാം, നമ്മൾ ഈ മുറി കയറിയത് തെറ്റാണെങ്കിൽ നേരം വെളുക്കുന്നേരം ഇവിടുന്ന് മാപ്പ് പറയാം. കുപ്പിയുണ്ട്, കുപ്പിയുണ്ട്, ഉണ്ട്. അതിനകത്ത് കുപ്പി ഇരിപ്പുണ്ട്. എടുത്തോണ്ട് അമ്മാവന്റെ കൊടു 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 കൊടു. എന്നെ പച്ചയ്ക്ക് കൊളുത്തോന്ന് പറഞ്ഞു. അതിന് വേണം. അളിയനും കൊടു കൊടു. എന്റെ കൂട്ടുകാർക്ക് അഥവാ ഇത് 2 എണ്ണം കുടിച്ച് ബോധം പോയില്ലെങ്കിൽ ഇത് കുടിച്ച് പൊക്കോണം. പാടാപ്പാ പാല കാണാൻ വരണേ. ഹാപ്പി ബർത്ത്ഡേ. ഇനി അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല. നീ ഇവിടെ ഒന്നും ഇരുന്നാണ്. അടുത്ത ബെല്ലിന് ബാലെ ആരംഭിക്കും. നമ്മുടെ തെങ്ങിൽ ഈ കോളാമ്പി ഉണ്ടോന്ന് കെട്ടിയാര്? അത് കമ്മിറ്റിക്കാര്. കമ്മിറ്റിക്കാരെ കൊണ്ട് കെട്ടിയപ്പോ നിനക്ക് വേണ്ടെന്ന് പറഞ്ഞൂടെ? അമ്പലത്തിലെ കാര്യമില്ലേട്ടാ, ഞാൻ എങ്ങനെ വേണ്ടെന്ന് പറയാ? അയ്യോ, വള്ളുവനാട് നാടകം തുടങ്ങി. അല്ല, അങ്ങനല്ല, അതൊരു ഫ്ലോയിൽ വന്നതാ. ഇരിക്കി, ഞാൻ നിന്നെ ഒന്ന് തൊട്ടോട്ടാ. തൊട്ടുപോകരുത്. ഊർച്ചയില്ലാത്ത ആളുമായി നീ എന്തിന് യുദ്ധത്തിനിറങ്ങി? നീ ആണാ തീരുമാനിക്കണ എന്റെ ഭാര്യ ഞാൻ തുടരോ വേണ്ടത്? ഈ ബാലയുടെ പേരെന്തോന്ന്? അത് ഞാൻ പോയി ചോദിച്ചിട്ട് വരാം. പോടോന്നുണ്ടോ? വേണ്ട, ഞാൻ ചുമ്മാ ഒരു ഓളത്തിന് വേണ്ടി അങ്ങ് ചോദിച്ചതാണ്. ബാലയുടെ പേര് എനിക്ക് അറിയണ്ട. അതെ, ഞാൻ മിണ്ടൂലാട്ടാ. ആട്ടോയ്ക്കും പറ്റിയ സമയം. നിങ്ങളെ ഈ നാട്ടിൽ കിടക്കണ സകല ആൾക്കാർക്കും മറ്റേ ചീപ്പ് പൗഡർ അത് ഇതെന്നൊക്കെ പറഞ്ഞ് എല്ലാം കൊണ്ട് കൊടുത്തിട്ട് എനിക്ക് എന്തെങ്കിലും ഒരു സാധനം, ഒരു മുട്ടായി എങ്കിലും എനിക്ക് തന്ന. അവർക്ക് ജീപ്പും സോപ്പും ഒക്കെ കൊടുത്തോളൂ. നിനക്ക് അതിലും വിലപിടിപ്പുള്ള ഒരു സാധനം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. എന്താണ് കാണണ്ടേ? രണ്ടുണ്ടയും ഒരു തോക്ക് ബ്രിട്ടീഷ് പട്ടാള മേധാവി ബ്രിണ്ണൻ സാഹിബ് നമുക്ക് സമ്മാനമായി നൽകിയതാണ്. ചേട്ടാ പോട്ടെ, എന്റെ സമ്മാനം. സമ്മാനം രണ്ടുണ്ടാ. തോക്ക്, ബ്രിണ്ണൻ സാഹിബ്. മോതിരത്തിയിട്ട വജ്രം. എന്താണ്? എന്താ ഒരു സാധനത്തിൽ മിണ്ടാതിരി കയ്യിലോട്ട് ഇട്ടോ? അതാണോ ഇപ്പൊ അത്യാവശ്യം? എങ്ങനെയുണ്ട്? സ്ഥാനങ്ങളിലേക്ക് കടന്നിരിക്കുന്നതാണ്. ആരും അതിന്റെ കാൽച്ചൂടിൽ തല കൊണ്ട് വെച്ചു കൊടുക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങോട്ട് പോവാം. എന്തിട്ട് ആന ഇടഞ്ഞ? എന്ത്? ഞാൻ ഇതുവരെ ലൈവായിട്ട് കണ്ടിട്ടില്ല. അയ്യോ, ഇവിടെ അതിലും വലുതായിട്ട് ഞാൻ ഇടഞ്ഞു നിൽക്കും. അടിയിൽ തുറന്ന് ആനയടഞ്ഞേ. ഇങ്ങോട്ട് കേറിക്കോ, കേറിക്കോ. എവിടെ പോണ്? എന്റെ വാച്ച്. ആന ഇടഞ്ഞ് ഇങ്ങോട്ട് കയറി വരും. 2ാം നിലയിലാകുമ്പോ സുരക്ഷിതമായിട്ട് ഇവിടെ ഇരിക്കാലോ. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഇവിടെ വല്ലതും സംഭവിച്ചോ? ഒന്നും അല്ല, അവിടെ ഇടഞ്ഞിട്ട് അതിന്റെ പ്രാന്തില് നീ എന്ത് കിടന്നു? ഇല്ല, അത് സംഭവം ആന ഇടഞ്ഞെന്ന് പറഞ്ഞപ്പോ ഞാൻ ഷർട്ടൂരി ആഹ്ലാദിച്ചതാ. അല്ലല്ല, ഷർട്ടൂരി ഓടാൻ നോക്കിയതാ. ഭക്തജനങ്ങളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഇടഞ്ഞ ആനയെ തളച്ചിരിക്കുകയാണ്. എല്ലാവരും യഥാസ്ഥാനങ്ങളിൽ വന്നിരുന്ന് ബാല കാണണമെന്ന് താഴ്മയായി അഭ്യർത്ഥിക്കുന്നു. ഞാൻ പോയി ബാല കാണാം. ആന ഇടഞ്ഞ നീ വരുന്നില്ലേ? ഞാൻ അത് നീ പറ. ഞാൻ ബാല പറഞ്ഞില്ല. ഈ ബാല കാണാൻ വരുന്ന കാര്യം അല്ല പറഞ്ഞത്. എയർപോർട്ടിൽ പോകാൻ അവിടെ നിനക്ക് വേണ്ടി ഫ്ലൈറ്റ് വെയിറ്റ് ചെയ്യത്തില്ലെന്ന്. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് പോയാ പോരെ? എന്തിന്? റാണി ഇനിയും വന്ന് ഇടഞ്ഞു കഴിഞ്ഞാൽ പോക്ക് നടക്കുവോ? ബാഗ് എടുക്കാൻ പോകാൻ നോക്കാം. സുമേ, കെട്ടിയെട്. അല്ല, പെട്ടിയെടുക്കാൻ. നിക്കവിടെ. യുദ്ധത്തിന് വന്നിട്ട് അതിന് സാധിച്ചില്ലെങ്കിൽ ഒന്ന് വിരട്ടാനെങ്കിലും കഴിയണം. അതിനും കഴിഞ്ഞില്ലെങ്കിൽ കയ്യിലുള്ള ആയുധം വലിച്ചെറിഞ്ഞ് പോയി ചാകണം. സത്യം, ഇതിലും ഭേദം ചത്താ മതി.